നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് കിടപ്പിലാണ്. 92 പോയിന്റ്സ് ഡൗൺ ആണ്. ഇന്നലെയും താഴെയാണ് ഇരുന്നു, പക്ഷെ കഷ്ടപ്പെട്ട് എങ്ങനെയോ മുകളിൽ കയറ്റി. പിന്നെ ഇന്ന് രാവിലെയും താഴെ ഇട്ടായിരുന്നു, പക്ഷെ ഓപ്പൺ ആകുന്ന സമയത്തിൽ കുറച്ച് പോസിറ്റീവായിട്ട് ഉണ്ടായിരുന്നു. തലയിൽ കല്ല് തൂക്കിയിട്ടതുപോലെയാണ് ഇട്ടു അതിന് താഴെ. മാർക്കറ്റിൽ ഏതൊരു സൗണ്ടും ഇല്ല. ഇന്നൊരു HCL റിസൾട്ട് വന്ന് വളരെ ഡിസപ്പോയിൻമെൻ്റ് ആണ്. റവന്യൂ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ജനങ്ങൾ കൊണ്ടാടിയാലും പ്രോഫിറ്റ് ഫ്ലാറ്റ് ആണ്. അപ്പോൾ മാർക്കറ്റിൽ കയറാൻ ഒരു ന്യൂസും ഇല്ല. അതിൽ രാവിലെ HCL 1.5% പോസിറ്റീവ് ആയതിനാലും ഫ്ലാറ്റ് ട്രേഡിൽ തന്നെ ഇരിക്കും. ഓവറാളാ നോക്കിയാൽ IT ഇൻഡസ്ട്രിയും ബുസ്വാനം തന്നെ ഈ ക്വാർട്ടർ. ഇനി നമ്മൾ അടുത്ത ക്വാർട്ടർ തന്നെ നോക്കണം. 2 കമ്പനിയുടെ റിസൾട്ടും നന്നായില്ല. പിന്നെ HCLൻ്റെ റിസൾട്ടും നല്ലതല്ല. സമയം അവന്യൂ സൂപ്പർ മാർക്കറ്റിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 4% തന്നെ കയറിയിരുന്നു. കാരണം ഏർണിങ്സ് വലുതായിട്ട് ഒന്നും മേടിച്ചില്ല. സോ അടുത്ത ക്വാർട്ടർ ഏർണിങ്ങിൻ്റെ ശേഷം തന്നെ മാർക്കറ്റ് കയറുമോ എന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. ഒരു ക്വസ്റ്റ്യനും ഇല്ല. മാർക്കറ്റ് തിരികെ 24,500 to 25,000 അകത്ത് തന്നെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കും. 3 ദിവസം കയറി 2 ദിവസം ഇറങ്ങി എന്ന് പറഞ്ഞ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇത് കാരണം നമ്മൾ മാർക്കറ്റിൽ എന്തെങ്കിലും വലിയ സ്പെക്ടാക്കുലർ ആയിട്ട് നടക്കുമെന്ന് നമ്മൾ എതിർനോക്കിയിരുന്നാൽ അത് നമ്മളെ തെറ്റാണ്. സ്വർണത്തിൻ്റെ വില തലയ്ക്ക് മുകളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. 18 ക്യാരറ്റ് ഗോൾഡ് തന്നെ 9,800 അടുത്ത് പോയിരിക്കുന്നു. 9,770. 22 ക്യാരറ്റ് 11,820 രൂപ. മാർക്കറ്റിൽ ഗോൾഡ് ഇല്ല. വാങ്ങാൻ പോയാൽ മാർക്കറ്റിൽ 200 രൂപയ്ക്ക് പ്രീമിയത്തിൽ തന്നെ കിട്ടും. 24 ക്യാരറ്റ് വന്നിട്ട് 12,900 ആണ്. കയ്യിൽ കിട്ടുമ്പോൾ 13,000 ക്രോസ് ആയി പോകും. അതുപോലെ തന്നെ 22 ക്യാരറ്റ് ഗോൾഡ് 12,000 രൂപയെ ക്രോസ് ആയി. ഓവറാളാ നോക്കുമ്പോൾ നമുക്ക് മാർക്കറ്റ് വന്നിട്ട് ഗോൾഡിന് വളരെ പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നു. സിൽവറിന് അതിൻ്റെ മുകളിൽ പോസിറ്റീവായിരിക്കുന്നു. സിൽവറിൽ ഒരു സ്ക്യൂസ് ഇരിക്കുന്നു. ഓൺലി ബയേഴ്സ് മാത്രം തന്നെ ഉണ്ട്, സെല്ലേഴ്സ് ഇല്ല. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് തന്നെ ഹെഡ് ഓഫ് സ്പോട്ട് മാർക്കറ്റ് അങ്ങനെയാണ് ഇരിക്കുന്നു. സ്പോട്ട് മാർക്കറ്റിൽ 10 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 8 രൂപയ്ക്കാണ് വിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ പീപ്പിൾ വാണ്ട് ഡെലിവറി നൗ. ഫ്യൂച്ചറിൽ നേരത്തെ ഡെലിവറി കൊടുക്കാൻ പറ്റും എന്ന ഒരു വിശ്വാസം മാർക്കറ്റിന് ഇന്ന് പോയായിരുന്നു. മാർക്കറ്റിൽ വെറും ബയേഴ്സ് മാത്രം തന്നെ ഉള്ളൂ, സെല്ലേഴ്സ് ഇല്ല. ഒരുപാട് ദിവസത്തിന് പോകത്തില്ല. അപ്പോൾ ചില ആൾക്കാർ വിറ്റിരിക്കും, പക്ഷെ അവരെ കൊണ്ട് ഡെലിവർ ചെയ്യാൻ പറ്റത്തില്ല. ഡെലിവർ ചെയ്യാൻ പറ്റാത്തവർക്ക് എക്സ്ചേഞ്ച് ഓപ്ഷൻ തന്നെ ചെയ്യണം. ഓപ്ഷൻ ചെയ്ത് അവർക്ക് കൊടുക്കുന്ന അത്രയും കാശ് എടുക്കാൻ പറ്റുമോ, അല്ലെ എക്സ്ചേഞ്ച് തന്നെ ഡീഫോൾട്ട് ആകുമോ എന്നതാണ് ഇപ്പോൾ ഇരിക്കുന്ന ചോദ്യം. പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ആ ടൈമിൽ തന്നെ അവർക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റത്തില്ല. വാങ്ങുന്ന ആൾക്കാർ എന്ത് ചോദിക്കുമെന്ന് വെച്ചാൽ എനിക്ക് കാശ് വേണ്ട, സ്റ്റോക്കിന് ഡെലിവറി ചെയ്യുമെന്ന് പറയും. ആ സ്റ്റോക്ക് ഡെലിവറി ചെയ്യാൻ പറ്റാതെ അവർ ഇരിക്കുമ്പോൾ അത് ഓപ്ഷനിൽ തന്നെ പോവും. ആ ഓപ്ഷനിൽ എക്സ്ചേഞ്ച് കൊണ്ട് അതിനെ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ എക്സ്ചേഞ്ച് തന്നെ ബോണ്ടിയാകും. പക്ഷെ അത്രയും ദൂരം പോകുമോ എന്ന് ചോദിച്ചാൽ പോകത്തില്ല. മാർക്കറ്റ് ശരിയായില്ലെങ്കിൽ മാർക്കറ്റ് എക്സ്ചേഞ്ചിൽ പോയി തീരും. കോവിഡിൻ്റെ ശേഷം സിൽവറിൻ്റെ പ്രൊഡക്ഷൻ കയറിയില്ല, പക്ഷെ അതിൻ്റെ കൺസംഷൻ കയറിക്കൊണ്ടേയിരിക്കുന്നു. ഗോൾഡിൻ്റെ വില കയറിയതും സിൽവറിൻ്റെ വിലയും കയറും എന്നൊരു പേടിയിൽ ജനങ്ങൾ സിൽവറിനെ ഒരുപാട് വാങ്ങിക്കുന്നു. ഇത് കാരണം വില കയറിയിരിക്കുന്നു. പക്ഷെ സിൽവർ മോർ വോളറ്റൈൽ ദാൻ ഗോൾഡ്. എപ്പോൾ ഇറങ്ങും എന്നതാണ് അറിയുന്നില്ല. ഇപ്പോൾ ഷോർട്ട് സ്ക്യൂസ് ഇരിക്കുന്ന കാരണം കയറാൻ തന്നെ ചെയ്യും. അതിൻ്റെ ശേഷം ഓപ്ഷൻ്റെ അടുത്ത് തന്നെ അറിയാൻ പറ്റും എന്താകുമെന്ന്. ഓപ്ഷൻ വരെ പോകുമോ എന്ന ഒരു ചോദ്യം ഇപ്പോൾ മാർക്കറ്റിൽ ഇരിക്കുന്നു. സ്വർണത്തിൻ്റെ വില ഇന്നും കയറാൻ തന്നെ അതിൻ്റെ പോസിബിലിറ്റീസ് കൂടുതലിരിക്കുന്നു. നമ്മൾ പറഞ്ഞ ടാർഗറ്റ് 11,750 കഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ 825 വന്നിരിക്കുന്നു. ഇൻഫാക്ട് ആക്ച്വൽ റേറ്റ് വന്ന് 12,000 രൂപ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നോക്കിയാൽ 6 മാസ ടാർഗറ്റ് നമ്മൾ കൊടുത്തെങ്കിൽ അത് 1 മാസത്തിൽ തന്നെ തീരുന്നു. ഇപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ ടാർഗറ്റിനെ കയറ്റി തന്നെ ആവണം. 12,500 to 12,750 എന്ന് വയ്ക്കാം. ഇതൊക്കെ കഴിഞ്ഞു പോകും. ഗവൺമെന്റ് സാക്സ് പറയുന്ന ടാർഗറ്റ് വന്നെങ്കിൽ 4,200 to 4,000, ആൾമോസ്റ്റ് 4,180 ഇൻ ഫ്യൂച്ചേഴ്സിലും ഓർ 129 ക്യാപിറ്റലും നോക്കാം. അങ്ങനെന്ന് പറയുമ്പോൾ ഇന്നും $700 കയറാൻ ചാൻസ് ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 20% എക്സ്ട്രാ പോവുമെങ്കിൽ നിയർലി വന്നിട്ട് 14,500 വരയ്ക്ക് മാർക്കറ്റ് പോകുമെന്നാണ് പറയുന്നു. അതായത് 22 ക്യാരറ്റ് ഗോൾഡ് 14,500 1 ഇയറിൽ പോകുമെന്ന് നോക്കിയാൽ, പക്ഷെ അതിന് മുമ്പേ അത് നടക്കുമെന്നാണ് തോന്നുന്നു. ഇപ്പോൾ ചൈനയും റഷ്യയും ഡോളറിനെ ഡംപ് ചെയ്തുകൊണ്ട് ഗോൾഡിനെ മാർക്കറ്റിൽ വാങ്ങുന്നു. ചൈന വന്നിട്ട് അമേരിക്കനെ ഓപ്പണായിട്ട് ത്രെട്ടൻ ചെയ്തു. നീ വേണമെങ്കിൽ എക്സ്പോർട്ട് ടാരിഫോ എന്ത് വേണമെങ്കിലും ഇട്ടോ, ഞങ്ങൾക്ക് അതിനെ കൊടുത്ത് വിഷമമില്ല, ഞങ്ങൾ തിരികെ റിട്ടാലിയേറ്റ് ചെയ്യും എന്ന് പറയുന്നു. ഇന്ന് LG ഇന്ത്യ വന്നിട്ട് 50% പ്രീമിയമിൽ ലിസ്റ്റ് ആയിരിക്കുന്നു. വീതം വിൽക്കാൻ വേണ്ടിയിട്ട് ഹെവി സെല്ലിംഗ് വരും. LG വന്നിട്ട് കൊറിയയ്ക്ക് കാശ് എടുത്തുകൊണ്ട് പോയിരിക്കും വളരെ സന്തോഷമായിട്ട്.
നമ്മളിവിടെ ട്രേഡ് ചെയ്തുകൊണ്ട് ലാഭം ഇരിക്കുന്നെന്ന് പറഞ്ഞു ഇരിക്കേണ്ടത് തന്നെ ഗോൾഡ് വന്നിട്ട് 4129 വരയ്ക്കും സ്പോട്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്നു. ഇന്ന് അത് കൂടുതൽ ട്രേഡ് ആകുമോ എന്നതിന് ഉത്തരം ഈവനിങ് തന്നെ പറയാൻ പറ്റും. ടാറ്റ മോട്ടോഴ്സ് വന്നിട്ട് CV യൂണിറ്റ് ഇല്ലാതെ നെക്സി യൂണിറ്റ് ആയിട്ട് ഇന്ന് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. 400 രൂപയിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഉടനെ എല്ലാവരും 40% വീഴുന്നു എന്ന് വിചാരിക്കേണ്ട. ബിസിനസിന്റെ ഒരു വലിയ പോർഷനെ സെപ്പറേറ്റ് ആയി എടുത്തുകൊണ്ടാണ് അവർ ട്രേഡ് ചെയ്യുന്നു. ടാറ്റ മോട്ടോർ കമേഴ്ഷ്യൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് 1 ബില്യൺ യൂറോസ് വന്നിട്ട് റൈസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതിൽ വന്നിട്ട് ടാറ്റ ക്യാപിറ്റൽ സ്റ്റോക്ക് 4.7% വിൽക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. അത് അറ്റ് സം ടൈം മാർക്കറ്റിൽ വരും എന്നതിൽ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. ടാറ്റ ക്യാപിറ്റൽ അവരുടെ പുതു ബിസിനസ്സിലെടുത്ത് എന്ത് പറയണമെന്ന് വെച്ചാൽ ലോൺ ബുക്കിനെ ഡബിൾ ചെയ്യും എന്ന് പറയുന്നു. അതേസമയം അവർ കടൻ വാങ്ങുന്ന കാശ് കുറയ്ക്കും എന്ന് പറയുന്നു. സബ് 1% എന്ന് പറഞ്ഞു വരുന്നത് 12% ഇൻട്രസ്റ്റ്, അതിൽ കുറച്ച് 10% താഴെ കൊണ്ടുവരുന്നു. അതേസമയം കൊടുക്കുന്ന കടനെ ഡബിൾ ആക്കും എന്ന് പറയുന്നു. ഓവറോളായിട്ട് മാർക്കറ്റിലെ റിസൾട്ട് ഇരിക്കും എന്ന് പറയുന്നു. അവർ ഇട്ട ഹൈ പ്രീമിയത്തിന് അവർ ജസ്റ്റിഫൈ ചെയ്യുന്നു. എക്സിക്യൂഷൻ എങ്ങനെ ഇരിക്കുമെന്നത് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ ബാലൻസിന് റൈറ്റ്സ് ഇഷ്യൂ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സം ടൈം 2026 വന്നിട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ കമേഴ്ഷ്യൽ വെഹിക്കിൾ ഡിവിഷൻ വന്നിട്ട് ഒരു റൈറ്റ്സ് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. ടാറ്റ ട്രസ്റ്റിൽ ഇപ്പോൾ വന്നിട്ട് ടേം റിന്യൂവലിന് ഇപ്പോൾ വരും. അപ്പോൾ ഈ ടേം റിന്യൂവൽ എന്ന് പറയുന്നത് കൺസംഷൻ സ്ലാബിൽ തന്നെ സംസാരിച്ച് തീർക്കണം. 3 വർഷത്തിന് ഒരു പ്രാവശ്യം ടേം റിന്യൂവൽ ചെയ്യണം. ആ 3 വർഷം കഴിഞ്ഞായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ടേം റിന്യൂവൽ നടക്കും എന്നതൊരു ചോദ്യമായിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ബോർഡ് രണ്ടാ നിൽക്കുന്നു. ഹീറോ മോട്ടോഴ്സ് എന്ത് പറയണമെന്ന് വെച്ചാൽ അവർ ഇറ്റാലിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നെന്ന്. ഹൈ എൻഡ് മോഡൽ കൊണ്ട് ഇറ്റാലിയിൽ ബിസിനസ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ 30 വർഷത്തെ സെലിബ്രേഷനിൽ മെഹ്റ എന്ന് പറയുന്ന ഒരു ലേഡീനെ വന്നിട്ട് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായിട്ട് ഇട്ടിട്ടുണ്ട്. ഫാസ്റ്റ് കാർ വന്നിട്ട് തമിഴ്നാട്ടിൽ 15,000 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇത് കാരണം അവിടെ കുറച്ച് എംപ്ലോയ്മെന്റ്സ് ഒക്കെ നടക്കുമെന്നാണ് പറയുന്നു. ഒരു 14,000 വേക്കൻസി വരും എന്ന് പറയുന്നു. സ്വർണം പോകുന്ന വിലയിൽ ഒരു വർഷത്തിൽ 57% കയറിയിരിക്കുന്നു. പോയ ഒരു മാസത്തിൽ മാത്രം 10% കയറിയിരിക്കുന്നു. സിൽവർ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു എന്ന് പറയുന്നു. അയൺ സ്റ്റീൽ കയറിയിരിക്കുന്നു. ടാറ്റ സ്റ്റീലിൻ്റെ വാല്യൂവും കയറിയിരിക്കുന്നു. ഗവൺമെൻറ് എന്ത് പറയുന്നു വെച്ചാൽ ആ സാധനങ്ങളുടെ വിലവാശിയൊക്കെ കുറഞ്ഞു പോയിരിക്കുന്നു എന്നാണ് പറയുന്നു. ഇപ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 1.5% തന്നെ ഇരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. സ്വർണത്തിൻ്റെ വില 50% കയറിയതിന് ശേഷം പോയ മാസം 10% കയറിയതിന് ശേഷമും സിൽവർ അതേ ലെവലിൽ കയറുമ്പോൾ ഇന്ത്യയിൽ വിലവാശി മാത്രം കയറുന്നേ ഇല്ല എന്ന് നിങ്ങൾ പറയണത് വിശ്വസിക്കാൻ പറ്റാതെയാണ് ഇരിക്കുന്നു. ഏത് ലെവലിൽ നിങ്ങളെ ബാസ്ക്കറ്റ് ഇരിക്കുന്നു എന്ന് അറിയുന്നില്ല. ഡോക്ടർ ഫീസൊക്കെ പോയ വർഷത്തിന് ഈ വർഷത്തിന് മാറ്റമില്ല. സ്കൂൾ ഫീസും അങ്ങനെയാണ്, മാറ്റമില്ല. ട്യൂഷൻ ഫീസും കയറ്റിയില്ല. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം എന്നവർ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഇരിക്കുന്നതിൽ നമ്മൾ ടോട്ടലായിട്ട് സമ്മപ്പ് ചെയ്തുവെങ്കിൽ നമ്മളെ കോർപ്പറേറ്റ് റിസൾട്ട് എന്നത് വന്നിട്ട് ഏർണിങ്സ് എന്നത് നോട്ട് മോർ ദാൻ 10% കയറാൻ പോകുന്നതല്ല. ഇൻകം ടാക്സ് ടോട്ടലായിട്ട് 6.3% തന്നെ കറക്ഷൻ കയറിയിരിക്കുന്നു. സോ വലുതായിട്ട് റെസിസ്റ്റൻസ് കയറാൻ പോകുന്നില്ല എന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു. സോ മാർക്കറ്റ് ഇതുപോലെ തന്നെ സിറ്റുവേഷനിലിരിക്കും. അമേരിക്കയിൽ ഗോൾഡും സിൽവറും ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. 3% വിളുന്ന നാസ്ഡാക്ക് ഇന്ന് 1.5% തന്നെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. ഫുൾ കാച്ചപ്പ് അമേരിക്കയിൽ നടക്കുന്നില്ല. മെനിഞ്ഞാന്ന് വീഴുന്നതിൽ പാതി ലെവൽ തന്നെ മാർക്കറ്റിൽ കയറിയിരിക്കുന്നു. ഇന്നും ട്രംപിനെയും സി ജി പിങ്ങിനെയും ക്ലോസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ട്രംപും സി ജി പിങ്ങും ചേർന്ന് സംസാരിക്കുമ്പോൾ മാർക്കറ്റ് വിശ്വസിക്കത്തില്ല. ഓവറാളെ മാർക്കറ്റ് വീക്കായിരിക്കുന്നു അമേരിക്കയിൽ. ഇനി അവർ ഗവൺമെൻറ് ഷട്ട് ഡൗണിനെ റിവ്യൂ ചെയ്തില്ല. പിന്നെ ഗവൺമെൻറ് റിവ്യൂ ചെയ്തില്ലെങ്കിൽ ഇന്നും ഒരുപാട് ആൾക്കാർക്ക് ജോലി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ചാൽ അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.